ഭൂമി അഴിമതി ആരോപണം സിപിഐ നേതാവിന്റെ പരാതി എൽഡിഎഫിന് പാരയാകുമോ? എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനുസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ 2010 മുതൽ 2013 കാലഘട്ടത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി നഗരസഭ വാങ്ങിയ ഭൂമിയാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത്. ഭൂമി വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്ന് കാണിച്ച് CPI പുല്ലൂറ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന അജിത് പുല്ലൂറ്റ് വിജിലൻസിന് പരാതി നൽകിയിരുന്നു. വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയെങ്കിലും പിന്നീട് ഇതിനെപ്പറ്റി യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. അജിത് പുല്ലൂറ്റ് നടപടി എന്തായി എന്നന്വേഷിച്ച് വിജിലൻസിന് വിവരാവകാശ പ്രകാരം ചോദിച്ചതിന് നൽകിയ മറുപടി ഇങ്ങനെ: കേസിന്റെ അന്വേഷണം പൂർത്തിയായിട്ടുള്ളതും പ്രോസിക്യൂഷൻ അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് കുറ്റാരോപിതർക്കെതിരെ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതുമാണ്. പ്രോസിക്യൂഷൻ അനുമതി ലഭ്യമാക്കുന്നതിലേക്കായി റിപ്പോർട്ട് സർക്കാരിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് അയച്ചു കൊടുത്തിട്ടുള്ളതാണെന്ന് നവംബർ 7 നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. ഭൂമി കുംഭകോണാരോപണത്തിൽ വിജിലൻസ് കണ്ടെത്തിയ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ: തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള നിഗമനം എന്ന തലക്കെട്ടിൽ പറയുന്നത്, അന്വേഷണത്തിൽ നിന്നും ബന്ധപ്പെട്ട രേഖകളിൽ നിന്നും മൊഴികളിൽ നിന്നും കൊടുങ്ങല്ലൂർ നഗരസഭയുടെ 2010, 11, 2012, 13 എന്നീ വാർഷിക പദ്ധതികൾ പ്രകാരം ഭൂരഹിതരായ പട്ടികജാതിക്കാർക്കും മറ്റു ജനവിഭാഗങ്ങൾക്കും വീട് വയ്ക്കുന്നതിനായി കരഭൂമി വാങ്ങുന്നതിന് പകരമായി റോഡ് സൗകര്യമില്ലാത്ത നിലം ഉത്തരവിന് വിരുദ്ധമായി വാങ്ങിയതായും ആയത് നാളിതുവരെ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യാതെ സർക്കാരിന് 1,06,10,103 രൂപ നഷ്ടം വരുത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ വെളിവാകുന്നുണ്ട്. 2010, 11 പദ്ധതിക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായ ഭൂമിയേക്കാൾ പദ്ധതിക്ക് ഉപയുക്തമല്ലാത്ത തരത്തിൽപ്പെട്ടതും റോഡ് സൗകര്യം ഇല്ലാത്തതുമായ നിലം പദ്ധതി തുകയിൽ പണം ബാക്കിയുണ്ടെന്ന ഒറ്റക്കാരണം കാണിച്ച് ആയതിൽ നിന്ന് അനർഹമായ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കണമെന്ന മുൻധാരണയോടുകൂടി എതിർകക്ഷികൾ കുറ്റകരമായ ഗൂഢാലോചന നടത്തി മേൽപ്പറഞ്ഞ പ്രകാരം പ്രവർത്തിച്ചതായി വ്യക്തമാക്കുന്നുണ്ട്. 2010, 11 സാമ്പത്തിക വർഷത്തെ ഇതേ പദ്ധതിക്ക് വേണ്ടി തന്നെ ആവശ്യമായ അളവിൽ കൂടുതൽ വാങ്ങിയ 179.25 സെന്റ് സ്ഥലം തികച്ചും ഉപയോഗശൂന്യമായി കിടക്കെ തന്നെയാണ് 2012, 13 സാമ്പത്തിക വർഷത്തിൽ ഇതേ പദ്ധതിയുടെ പേര് പറഞ്ഞ് 158 സെന്റ് നിലം ഫണ്ട് ദുരുപയോഗം ചെയ്ത് തങ്ങൾക്ക് അനർഹമായ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരസ്പരം ഗൂഢാലോചന നടത്തിയും വകുപ്പിനോട് വിശ്വാസവഞ്ചന ചെയ്തും അമിതവില നൽകി എതിർകക്ഷികൾ വാങ്ങിയിട്ടുള്ളതെന്ന് വസ്തുതകളിൽ നിന്നും വ്യക്തമാക്കുന്നുണ്ട്. ആരോപണം ശരിയാണെങ്കിൽ കുറ്റം ചെയ്തവരുടെ പേരുവിവരങ്ങൾ സഹിതം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യത്തിലേക്ക് വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടതാണ് എന്ന വിവരം മേലാധികാരിയിലേക്ക് ബോധിപ്പിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്. അതേസമയം വിജിലൻസ് റിപ്പോർട്ടിൽ കുറ്റ ആരോപിതരായ പലരും ഇത്തവണത്തെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ്.